ഹലോ. അപ്പോൾ കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ് എങ്ങനെയാണ് സാമ്പാറിന് താളിക്കുന്നതെന്ന്. നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചു, എന്നിട്ട് അതിലോട്ട് നമ്മൾ കടുകിട്ടു. കടുകിട്ടിട്ട് അതിലോട്ട് കുറച്ച് ഉലുവ കൂടി ഇട്ട് വെച്ചു. എന്നിട്ട് നമ്മൾ ഒരു വറ്റൽമുളകും കൂടി ഇട്ടിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നമ്മൾ യൂസ് ചെയ്ത് ചെറുപുള്ളി യൂസ് ചെയ്യുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ചെറുപുള്ളി ഇട്ട് കൊടുത്തു. എന്നിട്ട് സാമ്പാർ പൗഡർ അമ്മ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അമ്മ സ്വന്തമായിട്ട് എല്ലാം കൂടെ പൊടിച്ചുണ്ടാക്കുന്ന സാമ്പാർ പൗഡറാണ്. അത് നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാമ്പാർ പൗഡറിനേക്കാൾ നല്ല ടേസ്റ്റാണ് ഈ സാമ്പാർ പൗഡറിന്. സാമ്പാർ പൗഡർ ഇട്ടു. എന്നിട്ട് സാമ്പാർ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു പീസ് കായും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉലുവ പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ ആ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് വരും. എന്നിട്ട് ഉപ്പ് ആവശ്യത്തിനില്ലെങ്കിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പെർഫെക്റ്റ് സാമ്പാർ റെഡി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സാമ്പാറിന് താളിക്കേണ്ടത്. ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് താളിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ സാമ്പാർ പൊടി ഉണ്ടാക്കുന്ന വിധം അത് ഞാൻ അമ്മയെക്കൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാക്കിച്ച് അപ്ലോഡ് ചെയ്യാം കേട്ടോ. നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണേ, നിങ്ങൾക്ക് സാമ്പാർ പൊടി ഉണ്ടാക്കുന്നത് വേണോ വേണ്ടയോ എന്ന്.